ഡൊണാൾഡ് ട്രംപ് താൻ ഇറാനുമായിട്ട് സമാധാനത്തിന് തയ്യാറാണെന്ന് ലോകത്തോട് പറയുന്നതിന് തൊട്ടു മുമ്പ് ആരോ വളരെ നിശബ്ദമായിട്ട് ഓയിൽ മാർക്കറ്റിൽ ഒരു $500 മില്യൺ ബെറ്റ് വെച്ചു. ട്രംപ് എന്താണ് പറയാൻ പോകുന്നതെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നതുപോലെയായിരുന്നു അത്. തൊട്ടു പിന്നാലെ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ വരുന്നു. ഇറാനിലേക്ക് ഒരു 15 പോയിന്റ് സമാധാന പ്ലാന് അയച്ചിട്ടുണ്ടെന്നും ഇറാൻ ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്നും ഉടനെ തന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്നും പ്രഖ്യാപിക്കുന്നു. താനാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്ന ആളെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഗ്ലോബൽ മാർക്കറ്റ് ഇതിനോട് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ S&P ഇൻഡെക്സ് കുതിച്ചുയർന്നു. ഏകദേശം $2 ട്രില്യൺ മൂല്യം അവിടെ വർദ്ധിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഓയിൽ വില താഴേക്ക് പോയി. ട്രംപ് ഒടുവിൽ ഒരു യുദ്ധപ്രേമി എന്നതിൽ നിന്ന് സമാധാനത്തിന്റെ വാക്താവായിട്ട് മാറുകയാണോ എന്ന് ടെലിവിഷൻ ചർച്ചകൾ ചോദിച്ചു തുടങ്ങി. ആ ഒരു ചെറിയ സമയത്തേക്ക് ലോകം ഒരു വലിയ യുദ്ധത്തിന്റെ അരികിൽ നിന്ന് തിരിച്ചു വരികയാണെന്ന് എല്ലാവർക്കും തോന്നിപ്പോയി. പക്ഷേ ആ തോന്നൽ ഒരു മണിക്കൂർ പോലും നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. ഇറാൻ ഉടനെ തന്നെ രംഗത്ത് വന്നു. എന്ത് ചർച്ച, എന്ത് 15 പോയിന്റ്? ഞങ്ങൾക്ക് അമേരിക്കയുമായി നേരിട്ടോ അല്ലാതെയോ ഒരു ബന്ധവുമില്ല എന്ന് അവർ പച്ചയായിട്ട് പറഞ്ഞു. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. ചർച്ചകൾക്ക് പറ്റിയ ഒരു സാഹചര്യവും നിലവിൽ ഇല്ല എന്നും യാതൊരു രഹസ്യ ചർച്ചകളും നടക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. സമാധാനം വരുമെന്ന് കരുതി ആഘോഷിച്ച അതേ മാർക്കറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. ഏകദേശം $1 ട്രില്യൺ മൂല്യം അവിടെ ഇല്ലാതെയായി. വെറും 60 മിനിറ്റിനുള്ളിൽ ഒരാളുടെ വാക്കുകൾ കൊണ്ട് $3 ട്രില്യൺ മാറ്റമാണ് വിപണിയിൽ ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ഇത് യുദ്ധത്തെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ ഉള്ള കാര്യം അല്ലാതെയായിട്ട് മാറി. പകരം ആർക്കൊക്കെയാണ് ഈ വിവരങ്ങൾ നേരത്തെ അറിയാമായിരുന്നത് എന്നും എപ്പോഴാണ് അവർക്കത് കിട്ടിയതും എന്നുമുള്ള കാര്യമായിട്ട് മാറി. ട്രംപിന്റെ ആ പോസ്റ്റിന് മിനിറ്റുകൾക്ക് മുമ്പ് നടന്ന $500 മില്യൺ ആ നിഗൂഢമായിട്ടുള്ള ട്രേഡിങ്ങും അതിനുശേഷം വിപണിയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു സാധാരണ നയതന്ത്ര ചർച്ചയേക്കാൾ ഉപരി പണം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യസമയത്ത് പ്ലാൻ ചെയ്ത ഒരു നാടകം പോലെയാണ് തോന്നിക്കുന്നത്. സമാധാനം എന്നത് ഇവിടെ പണം മാറ്റാൻ വേണ്ടിയുള്ള ഒരു ടൂളായി മാറുകയായിരുന്നു. ഈ യുദ്ധത്തിൽ ട്രംപിന്റെ രീതികൾ പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. ആദ്യ ദിവസം മുതലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അദ്ദേഹം ഇറാനെ ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പവർ പ്ലാന്റുകളും ഞാൻ തകർക്കുമെന്ന് പറയുന്നു. എന്നാൽ അത് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ ഉദാരമനസ്കനായിട്ട് മാറുന്നു. അല്ലല്ല, നിങ്ങൾക്ക് 5 ദിവസം കൂടി സമയം തരാം, നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കൂ, നമ്മൾ നല്ല ചർച്ചകൾ നടത്തുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു ദിവസം അദ്ദേഹം ആളുകളെ ഓർമ്മിപ്പിക്കുന്നു, 1 വർഷം മുമ്പ് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഞാനത് അവസാനിപ്പിച്ചതാണ് എന്ന്. എന്നാൽ ഇന്ന് അതേ ആണവശേഷി നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വലിയൊരു യുദ്ധം നടത്തുകയും ചെയ്യുന്നു. ഈ ഓപ്പറേഷന് അദ്ദേഹം എപ്പിക് ഫ്യൂരി എന്നൊക്കെ പേരിടുന്നു. അത് കേൾക്കുമ്പോൾ വലിയൊരു തീരുമാനമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതേസമയം തന്നെ ശത്രുക്കൾ കയ്യിൽ വെറും മൺവെട്ടിയുമായി നിൽക്കുന്നവരാണെന്നും ഇതൊരു ചെറിയ ക്ലീനപ്പ് ജോലി മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. ഈ പ്രസ്താവനകളെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഉള്ളതായിട്ട് തോന്നില്ല. പകരം ആ സമയത്ത് തോന്നുന്നത് പറയുകയും ടെലിവിഷനിൽ ഏതാണ് കൂടുതൽ ഹിറ്റാവുക എന്ന് നോക്കി പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. താൻ ഇതിനകം ജയിച്ചു കഴിഞ്ഞു എന്നാണ് ട്രംപ് എപ്പോഴും അവകാശപ്പെടുന്നത്. യുദ്ധചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണിതെന്നും ഇറാനെ തകർത്ത് കഴിഞ്ഞെന്നും അവർ ഇപ്പോൾ ചർച്ചയ്ക്കായിട്ട് തൻ്റെ പിന്നാലെ നടക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ഈ വിജയ പ്രസംഗങ്ങളുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല എന്ന് കാണാം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇസ്രായേലിന് നേരെയും ആ മേഖലയിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാനേ അവർക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട്. ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാഖിലെ മിലീഷ്യകൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ അവർ ഇപ്പോഴും പരസ്യമായിട്ട് പിന്തുണക്കുന്നുണ്ട്. തങ്ങൾ ട്രംപുമായിട്ട് ഒരു ചർച്ചയും നടത്തുന്നില്ലെന്നും അമേരിക്ക ഈ മേഖലയിൽ നിന്ന് പുറത്തുപോയി തങ്ങൾക്ക് വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് പണം നൽകണമെന്നുള്ള തങ്ങളുടെ അടിസ്ഥാന ആവശ്യത്തിൽ മാറ്റമില്ലെന്നും ഇറാന്റെ നേതാക്കൾ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രംപ് സമാധാനത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും രഹസ്യ ചർച്ചകളെക്കുറിച്ചും ട്വീറ്റ് ചെയ്യുമ്പോൾ ഇറാൻ സംസാരിക്കുന്നത് തങ്ങളുടെ അഭിമാനത്തെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചുമാണ്. ട്രംപിന്റെ കഥയും അവിടുത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം കൂടി വരികയാണ്.
ഇനി ഈ സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ സൈനിക തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ തുടങ്ങി വെള്ളിയാഴ്ച മാർക്കറ്റ് അടക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിക്കുന്നു. പുറമേ നോക്കുമ്പോൾ യുദ്ധം നിർത്തി ചർച്ചകൾക്ക് അവസരം നൽകുന്ന ഉത്തരവാദിത്തമുള്ള നീക്കമായിട്ട് ഇത് തോന്നും. എന്നാൽ ഇതിനു പിന്നിൽ ആയിരക്കണക്കിന് അമേരിക്കൻ മറൈനുകളെയും എലൈറ്റ് യൂണിറ്റുകളെയും മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2000-ലധികം മറൈനുകളെ വഹിക്കുന്ന വലിയ അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്കും ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഹാർക്ക് ഐലാൻഡിലേക്കും അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലുകളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാനാണ് ഈ നീക്കം എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ വെടിനിർത്തലിൻ്റെ ആ ശാന്തമായിട്ടുള്ള ഭാഷയ്ക്ക് ചേരാത്ത വലിയൊരു കാര്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇതെന്ന് തോന്നും. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്രയും വലിയ ഒരു നീക്കം നടത്തുന്നത് എന്ന് അവരുടെ സൈനിക വെല്ലുവിളികൾ നോക്കിയാൽ മനസ്സിലാകും. ഇറാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലനിരകൾക്കുള്ളിൽ ഏകദേശം 27ഓളം മിസൈൽ നഗരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. വലിയ പാറകൾക്കുള്ളിൽ നിർമ്മിച്ച നീളമുള്ള തുരങ്കങ്ങളും അണ്ടർഗ്രൗണ്ട് ബേസുകളും ആണിവ. ഇതിനുള്ളിൽ നിന്ന് മിസൈലുകൾ പുറത്തു വന്ന് തൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവ തിരിച്ച് ആ പാറകൾക്കുള്ളിലേക്ക് തന്നെ പോകും. ഇസ്രായേലും അമേരിക്കയും ഈ മേഖലകളിൽ വലിയ ബോംബുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആ തുരങ്കങ്ങൾ വീണ്ടും ശരിയാക്കി മിസൈൽ ആക്രമണം തുടരും. ഗ്രാനൈറ്റ് പാറകൾ അത്ര എളുപ്പത്തിൽ തകർക്കാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബോംബുകൾക്ക് പോലും ആ മിസൈൽ നഗരങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണം തടയണമെങ്കിൽ അമേരിക്കയ്ക്ക് വ്യോമാക്രമണം കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളതാണ്. ഒരേയൊരു വഴി സൈനികരെ അവിടെ ഇറക്കി നേരിട്ട് യുദ്ധം ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുമ്പോഴും ഒരു ഗ്രൗണ്ട് ഇൻവേഷന് മാത്രം ആവശ്യമുള്ള സൈനികരെയും കപ്പലുകളെയും അവിടേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇറാനിൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് ഇറാൻ തയ്യാറെടുക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിന് കൂടി വേണ്ടിയാണ്. ഇതിനെയാണ് സൈനിക വിദഗ്ധരെ അസിമെട്രിക് വാർഫെയർ എന്ന് വിളിക്കുന്നത്. അമേരിക്കയുടെ അത്രയും ടാങ്കുകളോ വിമാനങ്ങളോ ഉണ്ടാക്കുന്നതിന് പകരം ചെലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ ശത്രുവിനെ തളർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിനെ വലിയ യുദ്ധക്കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും ഒരു കെണിയാക്കി മാറ്റാൻ കഴിയുന്ന ആയിരക്കണക്കിന് നേവൽ മൈനുകൾ അവരുടെ കയ്യിലുണ്ട്. ഈ മേഖലയിലെ അമേരിക്കൻ ബേസുകളിലും നഗരങ്ങളിലും അടിച്ചു കയറാൻ കഴിയുന്ന 2000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ അവർക്കുണ്ട്. കൂടാതെ ലെബനൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലുള്ള അവരുടെ സഖ്യകക്ഷികൾക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ഒരേ സമയം അമേരിക്കയെ ആക്രമിക്കാൻ കഴിയും. അതുകൊണ്ട് അമേരിക്കൻ മറൈനുകൾ ഹാർക്ക് ഐലൻഡിന് അടുത്തോ ഇറാന്റെ തീരപ്രദേശത്തോ ഇറങ്ങിയാലേ അവർ നേരിടാൻ പോകുന്നത് വളരെ പ്ലാൻ ചെയ്ത ഒരു കെണിയായിരിക്കും. TV-യിൽ കാണാൻ സുഖമുള്ള ഒരു പെട്ടെന്നുള്ള വിജയമായിരിക്കില്ല അത്. പകരം അമേരിക്കൻ സൈന്യത്തെ സാവധാനം തളർത്തുന്ന ഒരു യുദ്ധമായിരിക്കും. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളിലും ഈ ആത്മവിശ്വാസം കാണാം. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് അടുത്തു വരും എന്നാണ് റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരമൊരു യുദ്ധത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തയ്യാറെടുത്തത് എന്ന് പറയുന്നതിലൂടെ ഒരു ഗ്രൗണ്ട് ഇൻവേഷനെ അവർ ഭയപ്പെടുന്നില്ല എന്ന സൂചനയാണ് നൽകുന്നത്. അതേസമയം തന്നെ തങ്ങളുടെ ആവശ്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് പുറത്തു പോവുക, ഞങ്ങളുടെ കടൽ ഭാഗത്തെ നിങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കുക, എങ്കിൽ മാത്രം നമുക്ക് സംസാരിക്കാം എന്നതാണ് അവരുടെ നിലപാട്. ട്രംപിനോട് തന്നെയാണ് ചർച്ച നടത്തുന്നതെന്നും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉള്ളിൽ തന്നെ തമ്മിൽ തല്ലുകയാണെന്നും അവർ പരിഹസിക്കുന്നു. തോൽവിയെ ഒരു കരാറായിട്ട് ട്രംപ് വിളിക്കുമ്പോഴോ ആരും അംഗീകരിക്കാത്ത വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴോ ഇറാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ കുഴഞ്ഞുമറിഞ്ഞ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ റോള് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ട്രംപ് സമാധാനത്തെക്കുറിച്ചോ വെടിനിർത്തലിനെ കുറിച്ചോ സംസാരിക്കുന്ന അതേ നിമിഷം തന്നെ ഇസ്രായേൽ ഇറാന്റെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഘടിപ്പിക്കുന്നു. ഇസ്ഫഹാനിലെയും ഹുറം ഷഹറിലെയും പവർ പ്ലാന്റുകളും ശുദ്ധജല പ്ലാന്റുകളും ആക്രമിക്കപ്പെടുന്നു. ഇറാന്റെ പല ഭാഗങ്ങളിലും കറന്റും വെള്ളവും ഇല്ലാത്ത അവസ്ഥയാണ്. യുദ്ധം പതുക്കെയാക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു. ട്രംപ് സമാധാനത്തിന്റെ വെള്ളക്കൊടി കാണിക്കുമ്പോഴും ഇറാന്റെ എനർജി സെന്ററുകളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഇസ്രായേൽ നേതാക്കൾ പറയുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒരാൾ വണ്ടിക്ക് ബ്രേക്ക് ഇടാൻ നോക്കുമ്പോൾ മറ്റേയാൾ ആക്സിലേറ്റർ ചവിട്ടുകയാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഗുഡ് കോപ്പ്
ബാഡ് കോപ്പ് കളി പോലെയാണ്. അമേരിക്കൻ നേതാവ് സമാധാനപ്രിയനായിട്ടും ഇസ്രായേൽ കടുപ്പക്കാരനായിട്ടും അഭിനയിക്കുന്നു. പക്ഷേ ഇറാന് ഈ നാടകം കുറേ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ ഇതിൽ വീഴുന്നില്ല. അവർ ഇതിനെ തങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരേ സ്ട്രാറ്റജി ആയിട്ടാണ് കാണുന്നത്. യുദ്ധം നീണ്ടുപോകുമ്പോൾ ആണവ നിലയങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കൂടുതൽ അപകടകരമാവുകയാണ്. ഹുഷേർ പോലെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒന്നിലധികം തവണ ആക്രമണം നടത്തി. പകരം ഇസ്രായേലിലെ ഡിമോണ പോലുള്ള ആണവ മേഖലകൾക്ക് നേരെ ഇറാനും ഭീഷണി ഉയർത്തുന്നു. ആണവ നിലയങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു വലിയ ദുരന്തത്തിന്റെ ഭീതി കൂടുകയാണ്. കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങൾക്ക് ഒരു ആണവ ആക്രമണമോ വലിയ മിസൈൽ ആക്രമണമോ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങി. സാധാരണക്കാർ ഈ യുദ്ധത്തെ എത്രത്തോളം പേടിയോടെയാണ് കാണുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ചൈന പോലുള്ള രാജ്യങ്ങൾ ദൂരെ മാറി നിന്ന് ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ലോജിസ്റ്റിക്സിലെയും ആയുധ ശേഖരത്തിലെയും യുദ്ധ പ്ലാനിങ്ങിലെയും പോരായ്മകൾ അവർ പഠിക്കുന്നുണ്ട്. വില കൂടിയ ബോംബുകളും അത്യാധുനിക വിമാനങ്ങളും അമേരിക്കയ്ക്കുണ്ടെങ്കിലും അവരുടെ കപ്പലുകൾക്ക് തീപിടിക്കുന്നതും വിമാനങ്ങൾ വെടിവെച്ചിടുന്നതും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതും ലോകം കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മെ എത്തിക്കുന്നത് ട്രംപിന്റെ വൈരുദ്ധ്യങ്ങളിലേക്കാണ്. ഒരു വശത്ത് അദ്ദേഹം പറയുന്നു താൻ ജയിച്ചു കഴിഞ്ഞു എന്നും ഇറാൻ തകർന്നു കഴിഞ്ഞു എന്നും ഇനി താൻ എത്രത്തോളം ഉദാരനാകണം എന്നത് മാത്രമാണ് ചോദ്യമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം പോലും പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്നതാണ് സത്യം. ഹോർമുസ് കടലിടുക്ക് അമേരിക്കയുടെ നിയന്ത്രണത്തിലല്ല. ഇറാന്റെ മിസൈൽ ശേഖരം തകർക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഭരണകൂടത്തിന് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഒരു വ്യക്തമായിട്ടുള്ള ക്ലൈമാക്സ് ഇല്ലാതെ ട്രംപ് ഇപ്പോൾ രണ്ട് മോശം വഴികൾക്കിടയിൽ പെട്ടിരിക്കുകയാണ്. ഇറാന്റെ ആണവായുധങ്ങളോ മിസൈലുകളോ ഇല്ലാതാക്കാതെ അദ്ദേഹം പിന്മാറിയാൽ അതൊരു വലിയ പരാജയമായിട്ട് കാണപ്പെടും. എന്നാൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷനുമായിട്ട് മുന്നോട്ട് പോയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും സൈനിക നാശത്തിനും രാഷ്ട്രീയ തിരിച്ചടിക്കും കാരണമാകും. ഇതിനിടയിൽ സാമ്പത്തിക ലാഭത്തിന്റെ ആ നിഴൽ വീണ്ടും വരുന്നുണ്ട്. സമാധാന പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നടന്ന ആ $500 മില്യൺ ട്രേഡിങ്ങും മിനിറ്റുകൾക്കുള്ളിൽ വിപണിയിലുണ്ടായ മാറ്റങ്ങളും കൃത്യം മാർക്കറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. അധികാരത്തിന് അടുപ്പമുള്ള ചിലർക്ക് യുദ്ധം എന്നത് സുരക്ഷയുടെയോ സ്ട്രാറ്റജിയുടെയോ കാര്യമല്ല, മറിച്ച് അതൊരു ലാഭമുണ്ടാക്കാനുള്ള വഴിയാണ്. ഒരാളുടെ പോസ്റ്റുകളും പ്രസംഗങ്ങളും ഉണ്ടാക്കുന്ന പേടിയും ആശ്വാസവും ഉപയോഗിച്ച് അവർക്ക് കോടികൾ ഉണ്ടാക്കാം. പേടി കൂടുമ്പോൾ വാങ്ങുകയും സമാധാനം എന്ന് കേൾക്കുമ്പോൾ വിൽക്കുകയും ചെയ്ത് ഈ ചക്രം അവർ തുടരുന്നു. ആ മേഖലയിലെ സാധാരണക്കാർക്ക് ഇത് ബോംബുകളും പേടിയും കറണ്ട് ഇല്ലാത്ത അവസ്ഥയും നൽകുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം കയ്യിലുള്ളവർക്ക് ഇതൊരു വലിയ ബിസിനസ് അവസരമാണ്. ചുരുക്കത്തിൽ ട്രംപ് തന്നെ കാണുന്നത് ഈ സമാധാന നാടകത്തിലെ പ്രധാന സ്റ്റാറായിട്ടാണ്. തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടും ഡീലുകൾ കൊണ്ടും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ആളായിട്ട് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം ആ കഥയുമായിട്ട് ഒത്തുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭീഷണിയിൽ നിന്ന് ആഘോഷത്തിലേക്കും അവിടെ നിന്ന് നിഷേധത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഒരു ഗ്രൗണ്ട് ഇൻവേഷന് സൈന്യത്തെ ഒരുക്കുന്നു. ശത്രുക്കളാക്കട്ടെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളെ പുച്ഛിച്ചു തള്ളുകയും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇറാനിലെയും ഇസ്രായേലിലെയും ഗൾഫ് മേഖലയിലെയും സാധാരണക്കാരാണ്. യുദ്ധത്തെ ഒരു TV ഷോ പോലെയോ സ്റ്റോക്ക് മാർക്കറ്റ് ചാർട്ട് പോലെയോ നിയന്ത്രിക്കാൻ കഴിയും എന്ന അപകടകരമായിട്ടുള്ള ചിന്തയുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഇരകളാണവർ.